ഒരു സാധാരണ ടൗൺ, ആ ടൗണിന് നടുക്ക് കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബെല്ലടിച്ച് നടന്നു പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ബെല്ലടി കേട്ട് എല്ലാവരും തന്നെ വീടുകളിലേക്കും അവരുടെ ഷെൽട്ടേഴ്സിലേക്കും കയറി കഥ കടച്ച് പൂട്ടിയിടുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും രാത്രി ആയാൽ ജനലിന് പുറകിലും അല്ലെങ്കിൽ ജനലിന് പുറത്തൊക്കെ ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ഇവരാരും ഇത് കേട്ടിട്ട് ഇവരുടെ തന്നെ വിളിയും അല്ലെങ്കിൽ തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആരും തന്നെ ജനലിനടുത്ത് പോവുകയോ തുറന്നു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. തുറന്നു കൊടുത്താൽ അവരപ്പം തന്നെ മരിക്കും. ഇങ്ങനെയുള്ളൊരു ടൗണിലേക്ക് പുതിയതായിട്ടൊരു കുടുംബം കടന്നു വരുന്നു. അവർക്ക് ആ ടൗണിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ പോയാലും ആ ടൗണിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കുടുംബം ഈ ഒരു ടൗണിലേക്ക് വന്ന് ഇവർ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സീരീസാണ് ഫ്രം എന്ന് പറയാം. ആദ്യ ഷോട്ട് മുതലേ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സീരീസാണ് ഫ്രം. അതിൻ്റെ ആദ്യ എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സ്ഥലത്ത് അല്ലെങ്കിൽ ഇൻസിഡൻറ്റിൽ നിന്നാണ് ഈ സീരീസ് തുടങ്ങുന്നതാണ്. ഇത് തന്നെയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഘടകം സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ. കാരണം ഒരു കാര്യത്തെ പുതിയതായിട്ട് കാണിക്കുകയല്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടൗണിലേക്ക് പുതിയൊരു ഫാമിലി വരുന്നു. അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ സീരീസ് കാണിക്കുന്നത്. അപ്പോൾ ഇവരിലൂടെ ഈ ടൗണിൽ എന്താണ് നടക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി ആയാൽ എന്തുകൊണ്ട് ആരും പുറത്തിറങ്ങുന്നില്ല, ഇവരെന്തുകൊണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നു, ഇവർക്ക് എന്തുകൊണ്ട് ഈ ടൗണിലേക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, പുറത്ത് ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ ആരും മരിച്ചവരാണോ, അല്ല എന്ത് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, അതോ ഇതുവല്ല കാനിബോൾസും ഉള്ള കുറച്ച് ആൾക്കാരാണോ, എന്നിങ്ങനെ ഒരുപാട് മിസ്റ്ററീസ് നിലനിർത്തുന്ന ഇതെല്ലാം തന്നെ മെല്ലെ മെല്ലെ ചുരുളഴിച്ച് കൊണ്ടുപോകുന്നൊരു സീരീസാണ് ഫ്രം. മെല്ലെ എന്ന് പറയുമ്പോൾ സ്ലോ പേസിൽ നിന്നും നല്ല സീരീസ് നീങ്ങുന്നത് വളരെയധികം എൻഗേജിങ് ആയിട്ട് നല്ല ഫാസ്റ്റ് പേസിൽ തന്നെ നീങ്ങുന്നൊരു സീരീസാണ് ഈ ഫ്രം എന്ന് പറയാം. പൊതുവേ ഈ ഒരു ജോണർ ഫോളോ ചെയ്യുന്ന ഒരു ഹൊറർ മിസ്റ്ററി സസ്പെൻസ് അല്ലെങ്കിൽ ഒരു സർവൈവൽ മോഡലുള്ള സീരീസുകളൊക്കെ തന്നെ ഒരു പതിയെ പോക്ക് ശീലമാണ്. പക്ഷേ ഈ സീരീസിന് അങ്ങനെയല്ല. സ്ഥിരം നമ്മൾ കാണുന്ന സർവൈവൽ ഹൊറർ എന്ന ഒരു ക്ലീഷേ ഫോർമാറ്റിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം അതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് വരുത്തി വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഡെലിവറി ചെയ്യുന്ന സീരീസാണ് ഫ്രം എന്ന് പറയാം. ഒരുപാട് മികച്ച ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ചെറുതും വലുതുമായ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് തൊട്ടറിയാൻ പാകത്തിനാണ് ആദ്യത്തെ ഒരു സീസൺ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറയാം. ഇപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി അവരുടെ ഡയലോഗ്സും അവരുടെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുരുക്കം ചില ഡയലോഗ്സ് കൊണ്ടും ചുരുക്കം ചില ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കൊണ്ടും ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർക്കും അവരവരുടെ യുണീക്നെസ് ഈ സീരീസിൽ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം ഇവരുടെ ടൗണിൽ ഒരുപാട് പേര് സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും എങ്ങനെ വന്നു, എന്തിനു വന്നു, എങ്ങനെ ഇവിടെ അകപ്പെട്ടു, ഇവർക്ക് എല്ലാവർക്കും ഉള്ള റോൾ എന്തൊക്കെയെന്നൊക്കെ വളരെ വ്യക്തമായി ഡെലിവർ ചെയ്യാൻ സീരീസിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ക്യാരക്ടേഴ്സിൻ്റെ മികവ് കൊണ്ടും ഈ ഒരു സ്റ്റോറി ലൈനിലെ എൻഗേജ്മെൻറ്റ് കൊണ്ടും നമുക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സീരീസിന്. ഇതിനെല്ലാം പുറമെയാണ് ഇതിൽ രാത്രി നടക്കുന്ന സീക്വൻസുകൾ. ഇപ്പോൾ ഒരുപാട് ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ സീരീസിൽ കാണാം. അതുകൊണ്ട് സ്ട്രിക്ട്ലി 18+ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഫ്രം എന്ന സീരീസിന്. ഒരുപാട് ഹൊറർ എലമെൻറ്റ്സ് ഒരുപാടുള്ള സീരീസാണ്. ഞാൻ ഉദ്ദേശിച്ച ഹൊറർ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് ഹൊററാണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സീരീസാണിതെന്ന് പറയാം. കാരണം നമ്മൾ സ്ഥിരം വിചാരിക്കുന്ന സാധനമല്ല, എന്തൊക്കെയോ കുറേ പ്രത്യേകതകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായൊരു സീരീസ് തന്നെയാണ് ഈ ഫ്രം എന്നുള്ളത്. ആദ്യത്തെ 10 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു, അതായത് ഏപ്രിൽ 10 ആയിരുന്നു ഇതിൻ്റെ 10ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്ത്. വീക്ക്ലി ഓരോ എപ്പിസോഡ് വെച്ച് എപ്പിക്സ് എന്ന നെറ്റ്വർക്കിലാണ് സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ തരം പ്രേക്ഷകർക്കും, അതായത് സസ്പെൻസ്, ത്രില്ലർ, ഒരു സർവൈവൽ മോഡലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സീരീസ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥിരം ഫോർമാറ്റിൽ നിന്നും മാറി ചിന്തിക്കുന്ന സീരീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. സ്ലോ പേസിലല്ല, വളരെയധികം എൻഗേജിങ് ആയി പോകുന്നത് കൊണ്ടും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. പേഴ്സണലി ഈ ഒരു സർവൈവൽ മോഡിലുള്ള ഹൊറർ മോഡിലുള്ള സീരീസുകളൊക്കെ ഒപ്പം കാണണമെന്ന് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും ഈ ഒരു ഫ്രം എന്ന സീരീസ്. ഒരു 40-45 മിനിറ്റ് റൺ ടൈമാണ് ഓരോ എപ്പിസോഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റയിരിപ്പിന് ബിഞ്ച് വാച്ച് ചെയ്യാൻ പാകത്തിനുള്ളൊരു സീരീസ് തന്നെയാണ് ഈ ഫ്രം എന്ന് പറയാം. ഓൾറെഡി നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.